ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ഇന്നും ഈവനിങ് ടൈമിലാണ് കേട്ടോ പോണത്. ഞങ്ങളുടെ മടി കാരണമാണ് ഞങ്ങൾ ഈ ഒരു ഈവനിങ് ടൈമിൽ ഇറങ്ങണം കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ ഞങ്ങളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഒരുങ്ങിയിട്ട് വൈകുന്നേരം ഇറങ്ങുള്ളൂ കേട്ടോ. ഖത്തറിൽ വന്നതിന് ശേഷം ഫോൺ നോക്കുക, കഴിക്കുക, ഉറങ്ങുക, കുറച്ച് നേരം ഇങ്ങനെ ഫോണും നോക്കിയിരിക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈവനിങ് ടൈം ആവും കേട്ടോ. അപ്പോൾ ഒക്കെ ഞങ്ങളുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം എന്നാൽ നിങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യുമ്പോട്ട് ഒന്ന് കടന്ന് എണീച്ച ശേഷമാണ് കേട്ടോ ഞങ്ങൾ വെളിയിൽ പോവുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഈവനിങ് ടൈമിലായിട്ട് പതിവ് പോലെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതുകൂടി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇക്കാടെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടും ഫാമിലിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരിനെ കാണാനും അതോടൊപ്പം തന്നെ മോനെ കളിപ്പിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടേക്ക് ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രാവലൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയതിന് ശേഷം മേലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിനെ വിളിച്ച് നോക്കി, ലാസ്റ്റ് ആയിരുന്നു കേട്ടോ, ഏറ്റവും ടോപ്പിലായിരുന്നു കുട്ടികൾക്ക് പ്ലേ ചെയ്യാനുള്ള ആ ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഇവർ ഏകദേശം കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോള് ഏതിലിരിക്കണില്ല പറഞ്ഞിട്ട് പരാതിയായിരുന്നു കേട്ടോ. അവൾക്ക് എല്ലാത്തിനും പേടി കയറാൻ. അങ്ങനെ അവൾ ഒന്നിലിരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു കാർഡ് വെച്ചിട്ട് അവർ തന്നെയാണ് കേട്ടോ ഏകദേശം എല്ലാതും ഒന്ന് മുതലാക്കിയത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവന് കയറിയിട്ട് ജസ്റ്റ് വെടിവെച്ച് കളിക്കുകയാണ്. പിന്നെ മോള് ഹീലോ ബേബിൻ്റെ കൂടെ കുറച്ച് നേരം അതിലൊന്ന് ജസ്റ്റ് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അത് 2 പേർക്ക് ഇരിക്കായിരുന്നു. അപ്പോൾ മോളും ഇരുന്ന്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഈ എത്തി നോക്കണത് എന്താണെന്നല്ലേ, ഈ ഒരു സംഭവത്തിൽ കയറാൻ വലിയവർക്കും കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അലൗഡായിട്ടുള്ള 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിരുന്നു. അപ്പോൾ അവർക്കൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സങ്കടം ഇവനിലൂടെ തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവനെ കയറ്റി ഇരുത്തിയിട്ട് സ്ട്രോങ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിൽ ഫാസ്റ്റായിട്ടും സ്ലോ ആയിട്ടും കളിക്കാനുള്ളതുണ്ട്. ആദ്യം സ്ലോ ആയിട്ടാണ് കേട്ടോ തുടങ്ങിയതവർ. ഇതിൽ കയറിയ സമയത്ത് എനിക്ക് വീഴുന്നിട്ട് വല്ലതും പറ്റുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൻ ആകെ ടെൻഷനായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങി ചോദിച്ചപ്പോൾ അധികം ടെൻഷനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവൻ്റെ മുന്നിൽ കളിച്ച കുട്ടിക്ക് ഭയങ്കര സ്ലോ ആയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇവനിക്ക് ഫാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ കട ഫ്രണ്ട്സും ഇക്കൊക്കെ പറഞ്ഞത് കാരണം ഇവനിക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തു. അവൻ വീഴാനായിട്ടുണ്ടായിരുന്നു എങ്കിലും അവൻ പിടിച്ച് നിന്നോട്ടെ. കട്ടയ്ക്ക് ഇവർ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. വീഴണ്ട, അങ്ങോട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു കേട്ടോ കട ഫ്രണ്ട്സ്. അപ്പോൾ കണ്ടോ കട ചെറിയൊക്കെ കാണാം. ഇതിൽ എന്താണ് ബാക്കിൽ നിന്ന് കമൻറ്റ് പറയുകയാണ് ഇവരൊക്കെ. എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും നോക്കാണ്ട് അപ്പുറത്തെ മോളും ഇവരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അവനോട് പിടിക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ വീഴാൻ പോണ പോലെയുണ്ട്. എനിക്ക് ഫേസൊക്കെ കണ്ടിട്ട് ഒരു മാറിയ പോലെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയപ്പോൾ അവനൊന്ന് വീണിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറുതായിട്ടൊന്ന് തലയൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അവനോട് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. കണ്ടോ ഈ ഒരു സമയത്ത് മാത്രം അവൻ്റെ തല ചെറുതായി മുട്ടിയിട്ടുണ്ട്. അവനൊന്ന് ഒഴിയെന്ന് കാണാം കേട്ടോ. ഇക്ക പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ചെറിയ വേദനയിലുണ്ടാവുള്ളൂ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ല, നല്ല വേദനിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എല്ലാത്തിലും കയറി അങ്ങോട്ട് പെർഫോം ചെയ്യാൻ വലിയ ധൈര്യമാണ്. പക്ഷേ ചെറിയ പേടിയുണ്ടെങ്കിൽ അതൊന്നും വെളിയിൽ കാണിക്കില്ല, അതാണ് സത്യാവസ്ഥ. ഹീലു ബേബി ഒന്നിലിരിക്കാത്ത കൊണ്ട് തന്നെ അവരുടെ പപ്പയാണ് കേട്ടോ ബാക്കിയുള്ള ഗെയിമിലൊക്കെ കുറച്ചൊക്കെ കളിച്ചത്. ഇനി പ്ലെയിൻ ക്രാഷിംഗ് ആണ്, അതാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നിന്നിട്ട് ഇവരും ഇവരുടെ ഫ്രണ്ട്സും തമ്മിൽ അങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കും പറയാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ആൾക്ക് കൈമാറി. പിന്നെ 3ാമത്തെ സ്റ്റേജിൽ മോനിക്ക് കൈമാറി കേട്ടോ. അപ്പോൾ അങ്ങനെ അവസാനം ക്രാഷായിട്ട് അവനും ഫെയിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗെയിമിൽ ആരും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ കളിക്കുന്ന സമയത്ത് അങ്ങനെ കളിക്കൂ ഇങ്ങനെ വിൻ ചെയ്യൂ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് കളിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക കേട്ടോ. അങ്ങനെ മോനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവൻ കളിക്കുമ്പോഴാണ് മനസ്സിലായത്. ഫെയിലായപ്പോൾ ഒരു ചമ്മലോട് കൂടി ഇറങ്ങി വന്നു കേട്ടോ. അതിന് ശേഷം ഹീലു ബേബി ഇവിടെ എന്താ പറയുക, നമ്മുടെ കാർ റേസിംഗ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ മോളോട് ഏത് ഗെയിം കളിക്കണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ ഒരു ഗെയിമിലോട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ കയറുന്ന മുന്നേ ചോദിച്ചു നിനക്ക് ഹൊറർ വേണോ ചോദിച്ചപ്പോൾ അവൾ അതൊന്നും വേണ്ടാന്നാണ് പറഞ്ഞു കേട്ടോ. പിന്നെ അവർ ഏത് ഗെയിമാണ് ഇട്ട് കൊടുത്തെന്ന് അറിയില്ല. അത് പ്ലേ ചെയ്ത സമയത്ത് അവൾ അതിനുള്ള ആൻസറൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഒക്കെ ചോദിക്കണ്ടായിരുന്നു എന്തൊക്കെയാണ് അവൾ സംസാരിക്കുന്നുള്ളത്. അപ്പോൾ പിന്നെ അവൾ ഇറങ്ങി വന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കേണ്ട, അതിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അതിലൊരു വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് കമൻറ്റ് പറയുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ കാരണം പറഞ്ഞാൽ കാതൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അത് കാരണം തന്നെ അത് കേട്ടിട്ട് ചിരിക്കുകയാണ്. പിന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഗെയിം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുത്തത് മോനും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി. പിന്നെ ഇവർ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഓൾറെഡി നേരത്തെ വന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. നാളെ ഡ്യൂട്ടി ഉണ്ട് പറഞ്ഞിട്ട് അവരിറങ്ങി. അതിന് ശേഷം മോന് ഫ്രൂട്ട് കട്ടിങ് ഗെയിമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ
ഇവനും കുറേ നേരം ആ ഗെയിം വേറൊരാൾ കളിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഗെയിമിൽ കയറാമെന്ന് അവസാനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഗെയിമിലും കൂടി കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കിയ സമയത്ത് എങ്ങനെയാണ് കളിക്കാമെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവർ അതൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഫസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ആളങ്ങോട്ട് സെറ്റായിട്ടോ. പിന്നെ ഒരേ ബഹളമായിരുന്നു ആ കളുടെ. അതിൻ്റെ കൂടെ വായിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ആവേശം കാരണം. പൊതുവേ അവനിക്ക് കുറച്ച് ഫാസ്റ്റ് കൂടുതലായതുകൊണ്ട് ഈ ഒരു ഗെയിമിലും ആ ഒരു ഫാസ്റ്റ് അടവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ ഗെയിമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സാക്കുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗെയിമിൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുമെന്നും താത്ത ഇവിടെ നിന്ന് എല്ലാം കമൻറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തു. അവസാനം വരെ അവന് നല്ല പോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗെയിമൊക്കെ കളിച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം സമയം 11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒക്കെ പറഞ്ഞു നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്, ഉറങ്ങണം എന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഫൈനലായിട്ട് ഈ ഒരു ഗെയിമും കൂടി കളിച്ചോട്ടെ. അതിൽ ബാലൻസ് കൂടി ഉണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ചെറിയൊരു ഗെയിമും കൂടി കളിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വന്നു കേട്ടോ. അങ്ങനെ ഖത്തറിൽ വന്നതിന് ശേഷം നമ്മൾ ഓരോ ദിവസം ഓരോ അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഇതും നല്ല ഭംഗിയായിട്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം അവസാനിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള വീഡിയോ കാണാത്തവർ ജസ്റ്റ് നമ്മുടെ വീഡിയോ കൂടി കയറി ഒന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.